एक दिन आवाज बदलेंगे साद चहचहा कह राम हो ही जाएगा साइलो दामन सखी का धाम लो कुछ न कुछ इनाम हो ही जाएगा याद अब रो करके तड़पो बुलबुलो टुकड़ा टुकड़ा धाम हो ही जाएगा ചോദിക്കുന്നവരെ ഈമാനോടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ തിരുസവിധത്തിലേക്ക് വന്ന് ചമ്രം പടിഞ്ഞിരുന്നിട്ട് റസൂലുള്ളാഹിനെ അംഗീകരിച്ചിട്ട് ചോദിച്ചോ മറുപടി കിട്ടാതിരിക്കില്ല അതേ സമയത്ത് ഈമാനില്ലാതെ നീ കളിക്കാൻ നടന്നാൽ അവർക്ക് മുഴുവനും കിട്ടിയതു തന്നെ അങ്ങനെ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്രമിക്കാനും അവിടുന്ന് മർദ്ദിക്കാനും കളിയാക്കാനും എല്ലാം ആളുകൾ ഇറങ്ങി പാവപ്പെട്ട സ്വഹാബികൾ വേദനിക്കുന്നു 39 പേരെ അന്ന് ഇസ്ലാമിലുള്ളൂ ഒരഭിപ്രായ പ്രകാരം 39 പുരുഷന്മാരും 12 സ്ത്രീകളുമുണ്ട് ഏതായാലും പരിഗണനീയമായ നിവേദനത്തിലുള്ളത് 39 മെമ്പറെ ഇസ്ലാമിലുള്ളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം തുടങ്ങിയിട്ട് 5ാമത്തെ വർഷമാണ് റജബ് മാസമായി സ്വഹാബത്തൊക്കെ വലയുകയാണ് പാവപ്പെട്ട സ്വഹാബികൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അല്ലയോ സഹാബികളെ വല്ലാത്ത പ്രയാസമുള്ളവരൊക്കെ എത്യോപ്യയിലേക്ക് പോയി താമസിച്ചോ അഥവാ ഹബശയിലേക്ക് പോയിക്കോ അവ്വലു ഹിജ്റത്തിൻ ഫിൽ ഇസ്ലാം ഇസ്ലാമിലുള്ള ആദ്യത്തെ ഹിജ്റയാണ് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ പ്രഖ്യാപനത്തിന്റെ 5ാം കൊല്ലം റജബ് മാസമായി ഫഖറജ ഇൻദ ദാലികൽ മുസ്ലിമൂന മിൻ അസ്ഹാബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ അർദിൽ ഹബശ മഖാഫത്തൽ ഫിത്ന وفرارا الى الله تعالى بدينهم فكانت اول هجره كانت بالاسلام ഇസ്ലാമിലെ 1ാമത്തെ മൈഗ്രേഷൻ അഥവാ പലായനം അവിടുന്ന് പരിശുദ്ധമായ എത്യോപ്യയിലേക്ക് പോകുന്നു സ്വഹാബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുഫാറുകൾ വിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് ഇറങ്ങിയപ്പോൾ പിന്നാലെ വിട്ടു അവരവിടെ കപ്പൽ കിട്ടുന്ന സ്ഥലത്ത് പോയി കപ്പലിൽ കയറി അങ്ങ് പാസ്സായി പോയി 12 സ്ത്രീകളും അതുപോലെ തന്നെ ഒരു പുരുഷനും ഏതായാലും 13 പേരോ 17 പേരോ ആണ് പോയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് പോയത് എന്നാൽ ഇബ്നു ഹിഷാമിന്റെയും ഇബ്നു ഇസ്ഹാഖിന്റെയും നിവേദനത്തിൽ 12 പുരുഷന്മാരും 3 സ്ത്രീകളുമാണ് അതേതാ ഇത്രയും ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതിയോടെ എത്യോപ്യയിലേക്ക് ഹിജ്റ പോകുന്നു 40ാമത്തെ മെമ്പർ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല ഇന്ന് വരുമെന്ന് ഇന്നലെ ഞാൻ വിചാരിച്ചതാണ് ഇന്നും 40ാമത്തെ മെമ്പർ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ക്ഷമിക്കണം ഇവിടെ ഇമാം തബറാനി നിവേദനം ചെയ്യുന്നുണ്ട് റവ തബറാനി സനദിൻ സഹീഹിൻ അൻ ലൈല ബിൻത് അബി ഹസ്മ ഖാലത്ത് കാന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മിൻ അശദ്ദി الناس علينا في اسلامنا فلما تهيأنا للخروج الى ارض الحبشه اتانا عمر بن الخطاب رضي الله عنه وانا على بعيري ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അനുമതി പ്രകാരം ഞാനും എൻ്റെ ഭർത്താവും കൂടെ എത്യോപ്യയിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോഴുണ്ട് ഉമർ ബിൻ ഖത്താബ് എന്നയാൾ വരുന്നു അവിടുന്ന് ഞങ്ങളുടെ എതിർകക്ഷിയിലെ വലിയ ടോപ്പ് നേതാവാണ് വലിയ ശക്തിയുള്ള ആളാണ് ഉമർ ബിൻ ഖത്താബ് വന്നിട്ട് ചോദിക്കുന്നു എവിടെ പോവാണ് ഐന യാ ഉമ്മ അബ്ദില്ലാ ഓ ഉമ്മ അബ്ദില്ല എവിടെ പോവാണ് فقلت آذيتمونا في ديننا فنذهب في أرض الله حيث لا نؤذى ഞങ്ങൾ എവിടെങ്കിലും പോയി അള്ളാഹിനെ ഓർത്ത് ജീവിച്ചോട്ടെ നിന്റെയൊക്കെ ശല്യം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ മര്യാദക്ക് ജീവിക്കാൻ വയ്യ എന്ന് സഹോദരി അങ്ങ് പറഞ്ഞപ്പോൾ ഫഖാല സഹിബക്കുമുല്ലാഹ് അല്ലാഹ് കാക്കട്ടെ എന്ന് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ അങ്ങ് പറഞ്ഞു ഭർത്താവ് വന്ന സമയത്ത് ആമിർ ബിൻ റബീഅ എന്നാണ് ഭർത്താവിന്റെ പേര് ഭർത്താവിനോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുമ്പോൾ ഉമർ വന്നിരുന്നു ഉമർ എന്നോട് ചോദിച്ചു എവിടെ പോവാണെന്ന്
ഞാൻ പറഞ്ഞു ഇവിടുത്തെ ശല്യം ഒഴിവാക്കി രക്ഷപ്പെടാൻ പോവാണെന്ന്. അപ്പൊ ഉമർ പറഞ്ഞു സഹിബക്കുമുല്ലാഹ്, അല്ലാഹു തആല നിങ്ങളെ കാക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ബഹുമാനപ്പെട്ട ആമിർ ബിൻ റബീഅ ഭാര്യയോട് ചോദിക്കുകയാണ്, ഉമറിനെങ്ങാനും വല്ല മനംമാറ്റവും വന്നോ? അപ്പോൾ ഈ മഹദിയുടെ മറുപടി എന്താണെന്നറിയുമോ? ഖത്താബിന്റെ കഴുത ഇസ്ലാമിലേക്ക് വന്നാലും ഉമർ വരില്ല. അഥവാ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പാന്റെ പേരാണ് ഖത്താബ്. ആ വീട്ടിലെ കഴുത ഇസ്ലാമിലേക്ക് വന്നാൽ ഉമർ വരുമെന്ന് വിചാരിക്കണ്ട. ഉമർ അവരുടെ കൂട്ടത്തിലെ ചട്ടമ്പിയല്ലേ. ഇന്ന് നമ്മൾ പറയുമ്പോൾ റളിയല്ലാഹു അൻഹു നമ്മൾ പക്ഷേ അവരുടെ ഇസ്ലാം ആശ്ലേഷത്തിന് മുമ്പുള്ളൊരു സംഭവമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പൊ ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ എത്യോപ്യയിലേക്ക് പോയി. അവിടെ പോയി നല്ല റാഹത്തായി ഇങ്ങനെ ജീവിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ അവിടുത്തെ ഒരു പ്രസംഗമുണ്ട്. അത് നാളെ എനിക്ക് തുടങ്ങാൻ കഴിയൂ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സഹാബത്ത് അവിടെ പോയി. അവിടെ ചെന്ന് നല്ല നിലയ്ക്ക് ഇങ്ങനെ ജീവിക്കുകയാണ്. അതിന്റെ ഇടയിലൂടെ ഒരു പ്രചരണം വന്നു. അല്ലാത്തവൽ ഉസ്സാ വൽ മനാത സാലിസത്തുൽ ഉഖ്റാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിൽ ഓതുന്ന സമയത്ത് ഖുറൈശികളുടെ ദൈവത്തെ കുറിച്ചൊരു പരാമർശം വന്നു. അല്ലാത്തവൽ ഉസ്സാ വൽ മനാത സാലിസത്തുൽ ഉഖ്റാ എന്ന ആയത്ത് വന്നപ്പോൾ ചില പിശാചുക്കൾ ഇറങ്ങിയിട്ട് കുഫാറുകൾക്ക് പറഞ്ഞു കൊടുത്തു, അവിടുന്ന് ഈ ദൈവത്തെ പരിഗണിച്ചിട്ടുണ്ടെന്ന്. നിങ്ങളുടെ ദൈവത്തെയും പരിഗണിച്ചിട്ടുണ്ട് മുഹമ്മദ് നബി എന്ന് പറഞ്ഞു കൊടുത്തു. അത് പണ്ഡിതന്മാരായ ആളുകൾക്കറിയാം. തിൽക്കൽ ഖറാനിയത്തുൽ ഉല എന്ന് പറയുന്ന ആയത്തിന്റെയും മറ്റും പശ്ചാത്തലം അൽഖ ശൈത്താനു ഫീ ഉംനിയത്തിഹി തുടങ്ങിയുള്ള ചർച്ചകളുടെ പരിധിയിൽ വരുന്നതാണ്. ഏതായാലും ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ പറഞ്ഞപ്പോൾ മുശ്രിക്കീങ്ങളും സുജൂദ് ചെയ്തു, മുസ്ലിമീങ്ങളും സുജൂദ് ചെയ്തു. മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്തപ്പോൾ അവിടുത്തെ ആ മുസ്ലിമീങ്ങളും കൂടെ സുജൂദ് ചെയ്തു. അപ്പോൾ ഒരു പ്രചരണം വന്നു, മുഹമ്മദ് നബി ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായിട്ടുണ്ട്, നമ്മുടെ ദൈവത്തെയും കൂടെ പരിഗണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പ്രചരണം അങ്ങ് നടന്നു. ഇന്ന പാർട്ടിക്കാരുടെ സമ്മേളനത്തിന് ഇന്ന നേതാവ് പോയിട്ടുണ്ട് എന്ന് പറയും പോലെ അവിടെ ഒരു ചർച്ചയങ്ങ് വ്യാപകമായപ്പോൾ എത്യോപ്യയിൽ നിൽക്കുന്ന മുസ്ലിമീങ്ങൾ ഈ വിവരം അറിഞ്ഞു. സംഗതി അവിടെ ധാരണയായി എന്ന ഒരു വർത്തമാനം. അപ്പോഴവിടുന്ന് തിരിച്ചിന് നാട്ടിലേക്ക് പോയാലോ ഫിത്തന ഒഴിവായിട്ടുണ്ടാകുമല്ലോ എന്ന നിലയ്ക്ക് എത്യോപ്യയിൽ നിന്നുള്ള ആളുകൾ തിരിച്ചു വരുന്നു മക്കയിലേക്ക്. പക്ഷേ അവിടെയൊന്നും റെഡിയായിട്ടില്ലെന്നത് അവരറിയുന്നില്ല. തിരിച്ചു വന്ന് കപ്പലിറങ്ങിയ സമയത്ത് ചോദിച്ചു, ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്? ഒരു സംഘത്തോട് ചോദിച്ചു. അവര് പറഞ്ഞു, കുറച്ചു ദിവസം മുമ്പ് മുഹമ്മദ് നബി ഞങ്ങളുടെ ദൈവത്തെയും കൂടെ പരിഗണിച്ചിരുന്നു, പിറ്റേന്നും പണി മാറി തുടങ്ങി, ഇവിടെ പ്രശ്നം തന്നെ. ഇബ്നു മസ്ഊദ് തങ്ങൾ അപ്പം തന്നെ തിരിച്ചു വണ്ടി കയറി എത്യോപ്യയിലേക്ക് തന്നെ പോയിക്കോളാം. കുറച്ചാളുകൾ വിചാരിച്ചു, എന്തായാലും ഇവിടെ വന്നില്ലേ, നമുക്കൊന്ന് പോയി നോക്കാം. വേറെ കുറെ ആൾ വിചാരിച്ചു, നമുക്ക് അഭയം തേടി ഇവിടെ നിൽക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ. അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരൻ അബൂ താലിബിന്റെ അടുക്ക് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് അഭയം തരണം. എത്ര ശത്രു രാജ്യമാണെങ്കിലും ചില നിയമങ്ങൾ ഉണ്ടാകും. ഈ നാട്ടിലെ ഒരാളുടെ അഭയത്തിലാണ് വിദേശത്ത് നിന്ന് വന്ന ഒരാൾ താമസിക്കുന്നതെങ്കിൽ അയാളെ എതിരാളികൾ തൊടൂല. അങ്ങനെ ഒരു ധാരണയുണ്ട്. അതാണ് മക്ക വിജയത്തിന്റെ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അബൂ സുഫിയാന്റെ അടുക്കൽ അഭയം തേടിയവർക്ക് ഞാൻ അഭയം നൽകിയിരിക്കുന്നു, വാതിൽ അടച്ചവർക്ക് ഞാൻ അഭയം നൽകിയിരിക്കുന്നു, ആയുധമെടുക്കാത്തവർക്ക് ഞാൻ അഭയം നൽകിയിരിക്കുന്നു. ഇന്നിത് യുദ്ധത്തിന്റെ ദിവസമല്ല എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതുപോലെ ഓരോ രാജ്യത്തിനും ഒരു നിയമമുണ്ട്. ഇവിടെയുള്ള ഒരാളുടെ കഫാലത്തിലാണ് മറ്റേ ആളെങ്കിൽ ഒരു പരിഗണന ഉണ്ടാകും. കഫാലത്തില്ലെങ്കിൽ ആക്രമണം ഏറ്റെടേണ്ടി വരും. ഇത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വിശദമായി നമുക്ക് മനസ്സിലാകുന്നതാണ്. ആദ്യകാലത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് അഭയം കൊടുത്തിരുന്നു മുശ്രിക്കീങ്ങളിൽപ്പെട്ട ഒരാള്. അപ്പൊ ഖുർആനോ പരസ്യമായിട്ട് ഓതാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, നിന്റെ സെക്യൂരിറ്റി ഒന്നും വേണ്ട, ഞാൻ അള്ളാനെ പേടിച്ച് ജീവിച്ചോളാം എന്ന് പറഞ്ഞ് അഭയം ഒഴിവാക്കിയ സംഭവം മുഹമ്മദ് റിളയെ പോലെയുള്ളവർ വിശദമായി എഴുതിയിട്ടുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സ്വഹാബത്ത് വരികയാണ്.
അപ്പോൾ അവരിൽ പ്രമുഖരാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ എന്ത് ചെയ്തെന്നറിയോ? വലീദ് ഇബ്നുൽ മുഗീറ എന്ന മക്കക്കാരനോട് പറഞ്ഞു, എനിക്കൊന്ന് അഭയം തരണം. വലീദ് ഇബ്നുൽ മുഗീറ പറഞ്ഞു, ഞാനിതാ ഉസ്മാൻ ഇബ്നു മദ്ഊന് അഭയം നൽകിയിരിക്കുന്നു, നിങ്ങൾ ആരും തൊടാൻ പാടില്ല. അങ്ങനെ അവിടെ പ്രഖ്യാപനം. അങ്ങനെ അവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് തീരുമാനം ഉണ്ടെങ്കിൽ കഅബാലയത്തിന്റെ മുറ്റത്ത് വരും, എന്നിട്ട് പ്രഖ്യാപിക്കും, ഇതാ ഞാൻ ഇയാൾക്ക് അഭയം നൽകിയിരിക്കുന്നു, നിങ്ങൾ ആരും തൊടാൻ പാടില്ല, ഞാൻ നിങ്ങളെ പാഠം പഠിപ്പിച്ചു തരും. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സെയ്ദ് ബിൻ ഹാരിസയെ സ്വതന്ത്രമാക്കുന്ന സമയത്ത് കഅബാലയത്തിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, സെയ്ദ് ഇന്നലെ വരെ എൻ്റെ വീട്ടിൽ അടിമയായിരുന്നു, ഇന്ന് എൻ്റെ മകനെ പോലെയാണ്, ഞാനിതാ സ്വതന്ത്രമാക്കിയിരിക്കുന്നു. അങ്ങനെ എല്ലാ പ്രഖ്യാപനങ്ങളും കഅബാലയത്തിന്റെ അടുക്കല. അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന് അഭയം നൽകി. ഉസ്മാൻ ഇബ്നു മദ്ഊൻ തങ്ങൾ നല്ല റാഹത്തായിട്ട് കഅബയുടെ മുറ്റത്തൊക്കെ വരും, അടിച്ചു പൊളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കും. അങ്ങനെ നോക്കുമ്പോഴാണ് അതാ പാവപ്പെട്ട മുസ്ലിമീങ്ങൾ ശിക്ഷിക്കപ്പെടുന്നു. ഉടനെ മഹാനവറുകൾ ചിന്തിക്കുകയാണ്, വല്ലാഹി ഇന്ന ഖുദുവി വറവാഹി ആമന്ന ബിജിവാരി റജുലിൻ മിൻ അഹ്ലി ശിരികി വഅസ്ഹാബി വഅഹ്ലു ദീനി യൽഖൂന മിനൽ ബലാഇ വല്ലദാ ഫില്ലാഹി മാ ലാ യുസീബുനി ലനഖ്സുൻ കബീറുൻ ഫീ നഫ്സി. ഞാനിങ്ങനെ ഒരു മുശ്രിക്കിന്റെ അഭയത്തിൽ കഴിഞ്ഞിങ്ങനെ സുഖമായി ജീവിക്കുകയാണ്, എൻ്റെ കൂടെയുള്ള പാവപ്പെട്ട മുസ്ലിമീങ്ങൾ ശിക്ഷിക്കപ്പെടുകയാണ്, എനിക്ക് വേണ്ട അഭയവും വേണ്ട, ഒന്നും വേണ്ട. വലീദ് ഇബ്നു മുഗീറയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എന്നെ ഒന്ന് ഒഴിവാക്കി തരണം യാ അബൂ അബ്ദു ഷംസ്. അല്ലയോ അബൂ അബ്ദു ഷംസേ, നീ എവിടുന്ന് വാക്കുപാലിച്ചയാളാണ്. വഖദ് റദത്തു ഇലൈക ജിവാറക, നിന്റെ സുരക്ഷിതത്വമൊന്നും എനിക്ക് വേണ്ട, നീ മടക്കിയെടുത്തോ. ഉടനെ ചോദിച്ചു, എന്താ ഇങ്ങനൊരു മനം മാറ്റം? ഉടനെ പറഞ്ഞു, എനിക്കതൊന്നും വേണ്ട. വലാകിന്നി അർദാ ബിജിവാരില്ലാഹി അസ്സ വജല്ല വലാ ഉരീദു അൻ അസ്തജീറ ബിഗൈരിഹി. എനിക്ക് വേറൊരാളുടെ പിന്നിൽ ഇങ്ങനെ ജീവിക്കണമെന്നില്ല, അള്ളാന്റെ അഭയത്തിൽ ജീവിച്ചാൽ മതി, നിന്റെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട. അപ്പൊ ഇയാൾ പറഞ്ഞു, വലീദ് ഇബ്നുൽ മുഗീറ പറഞ്ഞു, നിനക്ക് ഞാൻ അഭയം നൽകിയത് പരസ്യമായിട്ടാണ്, അതുകൊണ്ട് ഒഴിവാക്കുന്ന പ്രഖ്യാപനവും പരസ്യമാക്കാൻ അനുമതി തരണം. കഅബാലയത്തിന്റെ അടുക്കലേക്ക് പോയി. എന്നിട്ട് അതയാ അൽ മസ്ജിദ, എന്നിട്ട് വലീദ് ഇബ്നുൽ മുഗീറ പറയുകയാണ്, ഹാദാ ഉസ്മാനു ഖദ് ജാഅ യറുദ്ദു അലയ്യ ജിവാരി. ഇതാ ഈ ഉസ്മാൻ ഇബ്നു മദ്ഊന് ഞാൻ മെനിങ്ങാന്ന് സംരക്ഷണം കൊടുത്തതാണ്, ഇപ്പൊ വന്നിട്ട് പറയുന്നു എന്റെ സംരക്ഷണമൊന്നും വേണ്ടാന്ന്, ഞാൻ ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. ഉടനെ ഉസ്മാൻ ഇബ്നു മദ്ഊൻ തങ്ങൾ പറയുകയാണ്, സദഖ വഖദ് വജത്തുഹു വഫിയാ കരീമൽ ജിവാരി വലാകിന്നനി ഖദ് അഹ്ബബ്തു അല്ലാ അസ്തജീറ ബിഗൈരില്ലാഹി അസ്സ വജല്ല ഖദ് റദത്തു അലൈഹി ജിവാറഹു. അയാള് പറഞ്ഞത് സത്യമാണ്, എനിക്കിനി ഇവിടെ ആരുടെയും അഭയമൊന്നും വേണ്ട, അള്ളാഹുവിന്റെ അഭയത്തിൽ ഞാൻ ജീവിക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അറബ് ലോകത്തെ നൈമിഷിക കവി വരികയാണ്. അയാൾ ലബീദ് ബിൻ റബീഅ വന്നിട്ട് പറയാണ്, അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു, അല്ലാത്തതെല്ലാം ബാത്തിലാണല്ലോ. അപ്പോൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ തങ്ങൾ പറയാണ്, സദഖത, മോനെ നീ പറഞ്ഞത് ശരിയാണ്. വകുല്ലു നഈമിൻ ലാ മഹാലത സായിലു, എല്ലാ അനുഗ്രഹങ്ങളും നീങ്ങിപ്പോകുമെന്ന് ഓർക്കണേ ഉസ്മാനേ എന്ന് പാട്ടുപാടി എല്ലാ അനുഗ്രഹങ്ങളും നീങ്ങിപ്പോകും എന്ന് പറഞ്ഞ ഉടനെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, കദബത നഈമുൽ ജന്നതി ലാ യസൂൽ, എടാ സ്വർഗത്തിന്റെ അനുഗ്രഹം നീങ്ങൂല, എനിക്കിവിടെ പേടിയൊന്നുമില്ല. ഇത് പറഞ്ഞപ്പോണ്ട് ഇതെന്താ ഇത്, ഇവിടെ നല്ലൊരു കവിത പാടുമ്പോ അതിന് മറുപടി പറയുന്നു, ഇയാൾ എവിടുന്ന് വരിക എന്നൊരു ചോദ്യം ചോദിച്ചപ്പോ ഒരു ചങ്ങാതി പറയുകയാണ്, ഇന്നാദാ സഫീഹും ഫീ സുഫഹാ മഅഹു, കണ്ടില്ലേ അവരെ കൂട്ടത്തിൽ, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടത്തിലുള്ള വിഡ്ഢികളിൽപ്പെട്ടൊരു മെമ്പറായത്. ഉടനെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു അറ്റാക്ക് ചെയ്തു. നല്ല വാഗ്വാദം അവിടെ വെച്ച് നടന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു മദ്ഊൻ തങ്ങളുടെ മുഖത്തടിച്ചിട്ട് കണ്ണ് കലങ്ങിപ്പോയി. നല്ല അടിയും പിടിയും നടത്തി ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു മദ്ഊൻ തങ്ങളുടെ കണ്ണ് കലങ്ങി നിൽക്കുമ്പോഴാണ് പഴയ അഭയം കൊടുത്ത ആള് വിളിക്കുന്നു. വലീദ് ഇബ്നുൽ മുഗീറ വിളിക്കുകയാണ്, ഓ ഉസ്മാനേ,
നീ ചാൻസ് കളഞ്ഞല്ലോ. എൻ്റെ അഭയത്തിലായിരുന്നു നിന്റെ കണ്ണ് കലങ്ങിയതെങ്കിൽ ആവശ്യമുള്ള പണം ഞാൻ പരിഹാരം വാങ്ങിത്തരുമായിരുന്നു. നീ അത് നഷ്ടപ്പെടുത്തിയല്ലോ. ഇപ്പൊ കണ്ടില്ലേ, നിനക്ക് ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടോ? അപ്പോഴാണ് ഇളകാത്ത ഈമാനോടെ, ഇടറാത്ത ഇടനെഞ്ചോടെ, പതറാത്ത പാദത്തോടെ, മാറാത്ത മനക്കരുത്തോടെ, പണയം വെക്കാത്ത ആദർശബോധത്തോടെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു മദ്ഊൻ തങ്ങൾ പറഞ്ഞ വാക്ക്, ചെറുപ്പക്കാരേ, തെമ്മാടിത്തരത്തിന് നടുവിൽ കിടന്നിട്ട് നമ്മുടെ കണ്ണ് കേടുവരുത്താതെ സ്വർഗത്തിലേക്ക് നോക്കാനുള്ള കണ്ണൊരുക്കാനുള്ള വർത്തമാനമാണ്. മഹാനവറുകൾ പറയുന്നു, ബൽ വല്ലാഹി ഇന്ന ഐനൈ സഹീഹത ലഫഖീറതുൻ ഇലാ മിസ്ലി മാ അസാബ ഉഖ്തഹാ ഫില്ലാഹി അസ്സ വജല്ല വഇന്നി ലഫീ ജിവാരി മൻ ഹുവ അഅസ്സു വഅഖ്ദറു യാ അബാ അബ്ദു ഷംസ്. എന്താടോ വലീദേ വിചാരിച്ചത്? എൻ്റെ ഈ കണ്ണ് കലക്കിയപ്പോ എനിക്ക് എന്തോ അങ്ങ് തേഞ്ഞുപോയി എന്ന് നീ വിചാരിച്ചോ? ഈ കണ്ണിന് കിട്ടിയതുപോലെ അടി കിട്ടാൻ ഈ കണ്ണും കൊതിക്കുന്നുണ്ടേ. ഇത് കലങ്ങിയത് അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. അതാണ് മഹാനവറുകൾ പറയുന്നത്, ബൽ വല്ലാഹി, അല്ലാഹുവെ തന്നെ സത്യം, എൻ്റെ ന്യൂനതയില്ലാത്ത കണ്ണ് ലഫഖീറത്തുൻ ഇലാ മിസ്ലി മാ അസാബ, മറ്റേ കണ്ണിന് പറ്റിയതുപോലെ പറ്റാൻ കൊതിച്ചിരിക്കുകയാണ്. ഇതിനും കൂടെ ഒരടി കിട്ടി കലങ്ങിയെങ്കിൽ, കാരണം എന്താ, വഇന്നീ ലഫീ ജിവാരി മൻ ഹുവ അഅസ്സു വഅഖ്ദറു യാ അബാ അബ്ദു ഷംസ്, ഓ അബൂ അബ്ദു ഷംസ്, എനിക്ക് അഭയം നൽകുന്നത് അല്ലാഹുവാണ്, രക്ഷിതാവായ റബ്ബാണ്. അവന്റെ അഭയത്തിനൊരു മോശവുമില്ല. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈമാനുള്ള ചെറുപ്പക്കാരോട് പറയട്ടെ, അള്ളാനെ ഓർത്ത് ജീവിക്കാനാണ് ഇതെല്ലാം പറയുന്നത്. നമ്മുടെ കയ്യിലേക്ക് ഇസ്ലാം തരാനാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ തങ്ങളുടെ കണ്ണ് കലങ്ങിയത്. നമ്മുടെ കയ്യിലേക്ക് ഇസ്ലാം തരാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തടി കിട്ടിയത്. നമ്മുടെ കയ്യിലേക്ക് ഈമാൻ തരാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിൽ കുടൽമാല വീണത്. നമുക്ക് വേണ്ടി എല്ലാം തരാനാണ് മഹാന്മാര് മുഴുവനും ത്യാഗം സഹിച്ചത്. എന്നിട്ട് കയ്യിൽ കിട്ടിയ ഈ മതത്തെ പരിഷ്കാരത്തിൻ്റെയും സിനിമയുടെയും ഇന്റർനെറ്റിൻ്റെയും അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൻ്റെ മുസീബത്തുകളുടെ മുഴുവനും നടുവിൽ പണയം വെച്ചിട്ട് ധിക്കാരിയായി ജീവിക്കല്ലേ മോനെ. നമ്മളൊന്ന് കള്ളു കുടിച്ചു പോയാൽ റസൂലുള്ളാഹിന്റെ ഖൽബ് വേദനിക്കും മോനെ. എൻ്റെ ശബ്ദം ശവിക്കുന്ന ഉമ്മ, ശബ്ദം ശവിക്കുന്ന പെങ്ങളെ, ഔറത്ത് മറക്കാതെ നീ തോന്നിവാസം കാണിച്ചു നടന്നാൽ കയ്യിലേക്ക് ഇസ്ലാം തരാൻ ജീവൻ പണയം വെച്ച ഹബീബ് റസൂലുള്ളാഹിക്ക് പൊരുത്തപ്പെടില്ല മോളെ. വൃത്തികെട്ട സിനിമയുടെ പിന്നാലെ നടന്നാൽ നിന്റെ ഹബീബിന് ഇഷ്ടപ്പെടില്ല മോളെ. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നീല ചിത്രം തെളിയുന്ന കേബിള് വേണോ മോളെ? നാളെ ഈ പള്ളിമുക്കിലെ ഖബർസ്ഥാനിൽ കിടക്കണ്ടേ പെങ്ങളെ? അള്ളാന്റെ കോടതിയിൽ ഹാജരാകണ്ടേ? ഖബറിൽ കിടക്കുമ്പോ അവിടെ വരുന്ന നേതാവാരാണ്? സയ്യിദി വ മലാദി വ കഅസി വ ശറാബി, എല്ലാമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ മോളെ. ജീവിച്ചിരിക്കുമ്പോ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത്, മരിച്ചു കഴിഞ്ഞാൽ നബിതങ്ങളെ കണ്ടുകൊണ്ടുള്ള വിശ്രമം, പരലോകത്ത് ചെന്നാൽ നബിതങ്ങളുടെ കൊടിയുടെ പിന്നിൽ യാത്ര, മുന്നോട്ട് പോയാൽ സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വർഗത്തിൽ താമസം. എവിടാ നബിതങ്ങൾ നമ്മളോട് പിരിയുന്നത്? അള്ളാഹു ഈ പറഞ്ഞപ്പോ അങ്ങ് തീർന്നെങ്കിലും റബ്ബേ ഈ പറഞ്ഞതിനൊക്കെ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാനേ. ഹബീബായ നബിയെ കൽബ് നിറയെ ഉൾക്കൊണ്ടിട്ട്
ഒരുപാട് തവണ ഹബീബിനെ കാണണം. മരിക്കുന്ന സമയത്ത് അവിടുത്തെ മുഖം കണ്ട് മരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഭവിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു മരിച്ച ഒരുപാട് മഹാന്മാരില്ലേ, അവരുടെ കൂട്ടത്തിലൊന്ന് മെമ്പറാകണം. ഞാൻ ഇന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെന്ന 40ാമത്തെ മെമ്പറെ കൂടി പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സമയം നമുക്ക് അതിക്രമിച്ചു പോയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പറയാം. ഹംസത്ത് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നതിൻ്റെ 3ാം ദിവസമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വരുന്നത് കേട്ടോ. ഇൻഷാ അല്ലാഹ് നാളെ വെള്ളിയാഴ്ച രാവാണ്. നന്നായി റസൂലുള്ളാഹിനെ പറയണം, അത് തങ്ങൾ നേരിട്ട് കേൾക്കണം. എന്നിട്ട് അവിടുന്നൊന്ന് അഭിനന്ദിക്കണം. എന്നിട്ടൊന്ന് അള്ളാന്റെ ഹബീബിന്റെ മദ്ഹ് മരണം വരെ പറയണം. പറയുകയും കേൾക്കുകയും ചെയ്യണം. എന്നിട്ട് റസൂലുള്ളാഹിന്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന രൂപത്തിലൊന്നും മരിക്കണം. അതല്ലാതെ ഈ ജീവിതത്തിൽ ലക്ഷ്യമില്ലല്ലോ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബ് മുനവ്വറാക്കി തരണം റഹ്മാനേ, പ്രകാശിപ്പിക്കണം റഹ്മാനേ. എല്ലാ ആളുകളും റസൂലുള്ളാഹിന്റെ മുമ്പിലേക്കാണ് പോയത്. മഹാന്മാരെല്ലാം അങ്ങനെ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിഞ്ഞുകൊണ്ട് ജീവിച്ചവരാണ്. മദീനയിൽ ചെന്ന് അഭയം തേടിയവരാണ്. കാരണം എന്തേ? മദീനയല്ലേ ഈമാനിന്റെ കേന്ദ്രം, അവിടെയല്ലേ നമുക്ക് അഭയം തേടാനുള്ള സ്ഥലം. മുഫ്ലിസോ ഉൻകി ഗലി മേം ജാ പഠോ ബാഗെ ഖുൽദ് ഇക്റാം ഹോ ഹി ജായേഗാ. കയ്യിലൊന്നുമില്ലാത്തവരെ, നിസ്കാരമില്ല, നോമ്പില്ല, സകാത്ത് കയ്യിലില്ല, ഹജ്ജില്ല, ഒരു അമലും റബ്ബിൻ്റെ അടുക്കൽ എന്താണെന്നൊരു പ്രതീക്ഷയുമില്ല, ഔദാര്യത്തിനല്ലാതെ യാചനയില്ല, പിന്നെന്തേ ഉള്ളത്? ഹബീബ് തങ്ങളുടെ പേര് പറഞ്ഞവർ ഹബീബ് അറിയാതിരിക്കില്ലല്ലോ. അതല്ലേ അബൂ ദാവൂദ് ഉദ്ധരിച്ചത്, അതല്ലേ മിഷ്കാത്തിൽ നിവേദനം ചെയ്തത്, അതല്ലേ കൻസുൽ ഉമ്മാലിൽ അവിടെന്ന് പറഞ്ഞത്, മുത്തഖിയൽ ഹിന്ദി ഉദ്ധരിച്ചത്. എന്ത്? ആരെങ്കിലും എൻ്റെ മേൽ സലാം ചൊല്ലിയാൽ ഇല്ലാ റദ്ദല്ലാഹു ഇലയ്യ റൂഹി, എൻ്റെ മേൽ ആരെങ്കിലും സലാം ചൊല്ലിയാൽ അല്ലാഹു തആല എൻ്റെ ആത്മാവിനെ തിരിച്ചു തരുന്നതാണ്. അവിടെ മിർഖാത്തുൽ മഫാത്തിഹിൽ മുല്ല അലിയുൽ ഖാരി പറയുന്നുണ്ട്, അങ്ങനെ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിൽ ജീവിക്കുകയല്ലേ മുഴുവൻ സമയവും. ഇവിടുന്ന് സലാം പറഞ്ഞാൽ അറിയുന്നുണ്ടേ, അത്തഹിയ്യാത്തിൽ സലാം പറയുമ്പോഴറിയുന്നുണ്ടേ. അങ്ങനെ എല്ലാവരുടെയും സലാം അറിഞ്ഞുകൊണ്ട് മറുപടി പറയുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ഖ് വെച്ചിട്ട് റസൂലുള്ളാഹി തങ്ങളെ ഒന്ന് കാണണമെന്ന നീയത്തോടെ നമ്മുടെ ജീവിതം മുഴുവനും ധന്യമായാൽ, പ്രിയപ്പെട്ടവരെ, എല്ലാത്തിനും പരിഹാരം മദീനയാണ്. എല്ലാ വിഷമത്തിനും അവിടുന്ന് വിസ്താരം മദീനയിലാണ്. എല്ലാ മഹാന്മാരും അവിടേക്കാണ് തിരിയുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്കാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച് അവസാനം അവിടുത്തെ മുഖം കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. മുഅ്മിനീങ്ങളെ, ഒരു ചെറിയ സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു.
എല്ലാ ആളുകൾക്കുമുള്ളത് ഹബീബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവന് തുല്യം സ്നേഹിച്ചുപോയി മഹാന്മാരെല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ സ്നേഹിച്ച മഹാനായ തൽഹത്ത് ഇബ്നു ബറാഅ തങ്ങൾ അവിടുന്നതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വാപ്പാനെ കൊല്ലാൻ സമ്മതം പറഞ്ഞ സ്വഹാബി രോഗിയായി കിടക്കുകയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണാൻ വരുന്നു തൽഹത്ത് ഇബ്നു ബറാഅ തങ്ങളെ. പക്ഷേ രോഗി ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന രോഗിയെ ഉണർത്താൻ നബി തങ്ങൾ സമ്മതിച്ചില്ല. ഒന്ന് നോക്കി നിന്നിട്ട് പറഞ്ഞു, അഹ്ലുകാരെ, ഇത് തൽഹത്തിന്റെ അവസാനത്തെ രാത്രിയാണ്. തൽഹത്തിന് വഫാത്താകാൻ പോവുകയാണ്. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഔസാ അഹ്ലഹു, കുടുംബക്കാരോട് പറഞ്ഞു, ഇദാ അഫാഖ, തൽഹത്ത് ഉണർന്നാൽ ഒരാളെ എൻ്റെ അടുക്കലേക്ക് അയക്കണം, ഞാൻ വന്ന് കണ്ടോളാം. അറിയുമോ തൽഹത്ത് ഇബ്നു ബറാഅ തങ്ങൾ കുറെ കഴിഞ്ഞിട്ട് ഉണരുന്ന സമയത്ത് ചോദിക്കുന്നു, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വന്നു എന്ന് പറഞ്ഞപ്പോ തൽഹത്ത് തങ്ങളുടെ ചോദ്യമാണ്, അസാറനി റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ കാണാൻ വന്നിരുന്നു. ഉടനെ അവിടുന്ന് തൽഹത്ത് തങ്ങളോട് പറയുന്നു, അതേ നഅം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വന്നിരുന്നു. എന്നിട്ട് എന്താണ് പറഞ്ഞത്? തൽഹത്തെ, ഇത് അവസാനത്തെ രാത്രിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ഉണരുന്ന സമയത്ത് ഒരാളെ അങ്ങോട്ട് വിടാൻ പറഞ്ഞു. തൽഹത്തെ, ഈമാനുള്ള മുഅ്മിനീങ്ങളോട് പറയട്ടെ, ആ സമയത്ത് തൽഹത്ത് തങ്ങൾക്കറിയാം ഇത് അവസാനത്തെ രാത്രിയാണ്. തൽഹത്ത് റളിയല്ലാഹു അൻഹുവിനറിയാം ഇനി ദുനിയാവിലില്ല. പക്ഷേ അഹ്ലുകാരോട് പറഞ്ഞു, ഈ പാതിരാത്രി സമയത്ത് റസൂലുള്ളാഹിനെ വിളിക്കാൻ ആളെ വിടണ്ട. എന്തേ തൽഹത്തെ ആളെ വിടണ്ട എന്ന് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമയത്ത് പുറത്തിറങ്ങിയാൽ ഇന്നി അഖാഫു അലൈഹിൽ യഹൂദ് ഔ സൽഅത ദാബ്ബ ഔ യുസീബഹു ശൈ, എനിക്ക് പേടിയാകുന്നു. ഈ സമയത്ത് എന്നെ കാണാൻ വേണ്ടി നബിതങ്ങൾ പാതിരാത്രി ഇറങ്ങിയിട്ട് എതിരാളികളായ ജൂതന്മാര് വല്ല ബുദ്ധിമുട്ടുമാക്കിയാലോ, വഴിയിൽ നിന്ന് സൽഅത ദാബ്ബത്തിൻ എന്തെങ്കിലും ഇഴജന്തുക്കൾ തട്ടിയാലോ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബുദ്ധിമുട്ടെൻ്റെ ഹബീബിന് വന്നാൽ അതെന്നെ കാണാൻ വേണ്ടി ഇറങ്ങിയതിൻ്റെ പേരിലായാൽ എനിക്ക് സഹിക്കില്ല. അതുകൊണ്ട് ഈ സമയത്ത് വിളിക്കേണ്ടതില്ല. അതാണ് സ്വഹാബത്തിന്റെ അദബ്, അതാണ് സ്വഹാബത്തിന്റെ ബഹുമാനം. തൽഹത്ത് എന്നവര് വഫാത്തായി. രാവിലെ സ്വഹാബികൾ പറഞ്ഞു, നബിയേ, തൽഹത്ത് വഫാത്തായി പോയി റളിയല്ലാഹു അൻഹു. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, ഞാൻ ആ വീട്ടുകാരോട് പറഞ്ഞിരുന്നല്ലോ ഉണരുമ്പോ ആളെ വിടണമെന്ന്, എന്തേ അവര് വിടാഞ്ഞത്?
അപ്പൊ അവര് വന്ന് പറഞ്ഞു, നബിയേ, ഞങ്ങൾ വരാൻ നേരം തൽഹത്ത് സമ്മതിച്ചില്ല. ഞങ്ങളോട് പറഞ്ഞു, ഈ അസമയത്ത് നബി തങ്ങളെ വിളിക്കാൻ പോയിട്ട് തങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും വന്നാൽ അതെനിക്ക് സഹിക്കില്ലെന്ന് പറഞ്ഞു നബിയേ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയുടെ സ്നേഹവും ബഹുമാനവും കണ്ടറിഞ്ഞിട്ട് ഒരൊറ്റ ദുആയാണ്, എന്റെ തൽഹത്തിനെ സ്വീകരിക്കണേ അല്ലാഹ്. യദ്ഹകു ഇലൈക വതദ്ഹകു ഇലൈഹി. അല്ലാഹുവേ, തൽഹത്ത് സന്തോഷത്തോടെ അല്ലാഹനെ കാണുകയും അല്ലാഹു തൃപ്തിയോടെ സ്വീകരിക്കുകയും ചെയ്യുന്ന അവസ്ഥ എന്റെ തൽഹത്തിന് നൽകണേ അല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുന്നു. അല്ലാഹ് സ്വീകരിച്ചു പോയില്ലേ മുഅ്മിനീങ്ങളെ? അതുകൊണ്ട് നബിതങ്ങൾക്ക് വേദനിക്കുന്ന രൂപത്തിൽ നമ്മുടെ വ്യക്തിജീവിതമുണ്ടായിക്കൂടാ. കള്ളു കുടിക്കുമ്പോ വേദനിക്കുന്നത് നബിതങ്ങളാണ്. നമ്മൾ തോന്നിവാസം ചെയ്യുമ്പോ വേദനിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. ഈ സ്നേഹപ്രപഞ്ചത്തിലെ റസൂലുള്ളാന്റെ മദ്ഹ് കേൾക്കാൻ ഇവിടെ ഒരുമിച്ച് കൂടുന്ന ചെറുപ്പക്കാരെ, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് റസൂലുള്ളാനെ കണ്ടിട്ട് മരിക്കണം. അത് നീയത്ത് ചെയ്യണം. ഒരൊറ്റ വൃത്തികെട്ട സിനിമയിലേക്കും ഈ ജീവിതത്തിൽ മടങ്ങാൻ പാടില്ല. അന്യ പെണ്ണിനെ മനസ്സിൽ പേറി നടക്കാൻ പാടില്ല. പെങ്ങളെ ഔറത്ത് മറയ്ക്കാതെ പുറത്തിറങ്ങാൻ പാടില്ല. റസൂലുള്ളാഹിനെ സ്നേഹിച്ച് സ്വലാത്ത് ചൊല്ല് മോളെ. ഏറ്റവും വലിയ സൗന്ദര്യമല്ലേ നബിതങ്ങള് രാത്രി കിടന്നുറങ്ങുമ്പോ ഹബീബിനെ ഇങ്ങനെ കണ്ട് കിടക്കണ്ടേ മോളെ? എല്ലാവരെക്കാളും സ്നേഹിക്കുന്ന റസൂലുള്ളാഹിനെ കണ്ടിട്ട് ഈ ജീവിതം അങ്ങ് ആസ്വദിച്ചിട്ട് അവസാനം മരിക്കുന്ന ദിവസം പെരുന്നാൾ ദിവസം പോലെ സന്തോഷിക്കാൻ കഴിയണം. അതല്ലേ അല്ലാഹുമ്മ ജഅൽ ഖൈറ അയ്യാമിനാ യൗമ നൽഖാക്. എല്ലാവരും കരയുമ്പോ മരിക്കുന്ന എനിക്ക്, മരിക്കുന്ന നിങ്ങൾക്ക് ആ ദിവസമായിരിക്കണം ഏറ്റവും നല്ല ദിവസം. അല്ലാഹുവേ, ഞങ്ങൾക്കങ്ങനെ നൽകണം റഹ്മാനേ. എല്ലാ വിപത്തുകളിൽ നിന്നും കാക്കണം റഹ്മാനേ.